മായി ജീവിക്കുക, അള്ളാഹുവിനോട് സത്യസന്ധമായി ജീവിക്കുക. എല്ലാം റബ്ബിനെ സമർപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിൽ ഖുതുബയോദാ നിൽക്കുമ്പോ വിശന്നുകൊണ്ട് വയറിന്റെ ഉള്ളിൽ നിന്ന് എരിപൊരിയുന്ന വയറ് കാലിയായതിന്റെ ശബ്ദം, വയറ് നിറഞ്ഞ ശബ്ദമല്ല, വേപ്പല്ല വരുന്നത്, വയറിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ടുള്ള ശബ്ദം ഇങ്ങനെ വരുന്നത് താഴെയിരിക്കുന്ന സ്വഹാബിമാര് കേൾക്കുന്നുണ്ട് മിമ്പറിൽ നിന്ന്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരുന്നു, വയറേ, എന്റെ ശരീരമേ, ഖർഖിരി ഔ ലാ തുഖർഖിരി, ശരീരമേ, വയറേ, നീ എത്ര ശബ്ദമുണ്ടാക്കിയിട്ടും കാര്യമില്ല, ഉണ്ടാക്കാതിരുന്നിട്ടും കാര്യമില്ല. ലാ തശ്ബഈന ഹത്താ യശ്ബഅ ഔലാദുൽ മുസ്ലിമീൻ, മദീനയിലെ പാവപ്പെട്ട പിഞ്ചു മക്കള് ഭക്ഷണം തിന്ന് വയറ് നിറയുന്നവരെ ഉമറേ, നിന്റെ വയറ് ഭക്ഷണം കഴിക്കൂല. അതുകൊണ്ട് ഉമറേ, വയറിന്ന് ശബ്ദം വരുന്നുണ്ടല്ലേ ഉമറേ, സ്വന്തത്തോട് പറയാൻ, നിന്റെ വയറ്റിന്ന് ശബ്ദം വന്നോട്ടെ, ഭക്ഷണം കിട്ടാത്ത വിഷമം എന്നോട് നീ പറയണ്ട. ഇവിടെ പിഞ്ചു മക്കൾ ഭക്ഷണം കിട്ടാതെയുണ്ട് മദീനയിൽ, അവർക്ക് ഭക്ഷണം കിട്ടുന്നവരെ ഉമറേ നീ തിന്നൂടാ എന്ന് സ്വന്തം ശരീരത്തോട് അധികാരിയായിരുന്ന, ഖലീഫയായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സത്യസന്ധമായി ജീവിച്ചു. സത്യസന്ധമായി ജീവിക്കുമ്പോ നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അത് അള്ളാഹു തരും. ഉമർ റളിയല്ലാഹു അൻഹു അവസാനത്തെ ഹജ്ജ് നടക്കുമ്പോ ഖലീഫ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനത്തെ ഹജ്ജ് നിർവഹിക്കുകയാണ്. ജംറയിലേക്ക് കല്ലെറിയാൻ പോകുന്നു. ജംറയിലേക്ക് കല്ലെറിയുന്ന ഹജ്ജിന്റെ ആ ഒരു ഭാഗം നടക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കയ്യുയർത്തി ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, اللهم إني أسألك شهادة في سبيلك وموتة في بلد نبيك. അല്ലാഹുവേ, അസ്അലുക ഷഹാദത്തൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് റബ്ബേ, നിനക്ക് വേണ്ടി മരണം വരിക്കാൻ ആഗ്രഹമുണ്ട്. വമൗതതൻ ഫീ ബലദി റസൂലിക്, നിന്റെ റസൂലിന്റെ മദീനയിൽ വെച്ച് മരിക്കാനാണ് എൻ്റെ ആഗ്രഹം എന്ന് 60 കഴിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹജ്ജ് കഴിഞ്ഞപ്പോ സ്വഹാബിമാരൊക്കെ ചോദ്യം തുടങ്ങി. ഉമറേ, എന്ത് ചോദ്യമാണ് നിങ്ങളാ ചോദിച്ചത്? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷി ആവുകയും വേണം, പിന്നെ മദീനയിൽ മരിക്കുകയും വേണം. മദീനയും മക്കയും യുദ്ധം നടക്കാൻ പാടില്ലാത്ത രാജ്യങ്ങളാണ്, സ്ഥലങ്ങളാണ്. അവിടെ അങ്ങേയറ്റത്തെ നിർബന്ധ ഘട്ടത്തിലല്ലാതെ ശത്രുക്കൾ ഇങ്ങ് കടന്നാക്രമിച്ച് നശിപ്പിക്കാൻ വരുമ്പോഴല്ലാതെ പ്രതികരിക്കാൻ പാടില്ലാത്ത, ഒരു യുദ്ധം തുടങ്ങാൻ പാടില്ലാത്ത മണ്ണ്, അവിടെ വെച്ച് തന്നെ മരിക്കണമെന്ന് ചോദിച്ചോ നിങ്ങൾ? ഇതെന്ത് ചോദ്യമാണ്? നിങ്ങൾക്ക് രക്തസാക്ഷിത്വം വേണമെങ്കിൽ മദീനയുടെ പുറത്ത് യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകണ്ടേ? മൃതങ്ങൾ പറഞ്ഞു, ഹക്കദാ സഅൽതുല്ലാഹ്, ഞാൻ റബ്ബിനോട് അങ്ങനെ ചോദിക്കാൻ ഇഷ്ടപ്പെട്ടു. വഅർജു അൻ യുലബ്ബിയ ലീ റബ്ബി മാ സഅൽത്, ഞാൻ ചോദിച്ചത് അല്ലാഹു എനിക്ക് നൽകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഞാൻ അങ്ങനെ ചോദിച്ചു, മദീനയിൽ വെച്ച് തന്നെ ആവട്ടെ എന്റെ അന്ത്യമെന്ന്. സുബ്ഹി നിസ്കാരം നടക്കുന്നു, പ്രഭാത നിസ്കാരം നടക്കുന്നു. അള്ളാഹുവിനോട് സത്യസന്ധമായി ജീവിച്ചുപോയ ഫാറൂഖ് തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നില്ലേ? മദീനയിൽ അന്ന് സുബ്ഹി നിസ്കാരം നടക്കുമ്പോ മെഹ്റാബിലൂടെ കടന്നു വരുന്നു അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ദുഷ്ടനായൊരു മനുഷ്യൻ. അന്നത്തെ വിശ്വാസികളോട് ദേഷ്യമുണ്ടായിരുന്ന അബൂ ലുഅ്ലുഅ കടന്നു വരുന്നു ദേഷ്യത്തോടെ. തന്റെ കയ്യിൽ 1 മാസം വിഷം വെച്ചിരുന്നൊരു കഠാരയുണ്ട്. അതിലും വലിയ അത്ഭുതമുണ്ട്. ഉമർ തങ്ങൾ ഒരു സ്വപ്നം കാണുന്നു. ഷഹീദാകുന്നതിന് മുമ്പ് ഉമർ തങ്ങൾക്കൊരു സ്വപ്നം ഇങ്ങനെയാണ്. മഹാനവറുകൾ ഹജ്ജ് കഴിഞ്ഞു വന്ന ആദ്യത്തെ രാത്രിയിൽ കണ്ട സ്വപ്നമാണ്. ഒരു കോഴി 3 പ്രാവശ്യം തന്നെ കൊത്തുന്ന പോലെ സ്വപ്നം കണ്ടു. ഒരു കോഴി കൊത്തുന്നു 3 പ്രാവശ്യം, 3 കൊത്തുന്നു. ആ സ്വപ്നത്തിന് അർത്ഥമുണ്ട്. ഒരു മനുഷ്യൻ കാണുന്ന സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനമുണ്ട്. പ്രത്യേകിച്ച് സുബ്ഹിക്ക് മുമ്പ് വുദൂ എടുത്ത് കിടക്കുന്ന മനുഷ്യന്മാർ കാണുന്ന സ്വപ്നങ്ങൾ പകൽ വെളിച്ചം പോലെ പുലരുമെന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ ഇഷ്ടപ്പെട്ടു. ആരോട് ചോദിക്കും? അന്ന് സ്വപ്ന വ്യാഖ്യാനം നൽകുന്ന ഒരു മഹദിയുണ്ട്, ഒരു വനിതയുണ്ട്, ഒരു പെണ്ണാണ്, ഒരു സ്വഹാബിയത്താണെന്ന് ഏറ്റവും നല്ല സ്വപ്ന വ്യാഖ്യാനം കൊടുക്കാറുള്ളത്. അത് മറ്റാരുമല്ല, അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ. അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് എന്നവരുടെ മോൾ അസ്മാഉ ബീവിയുണ്ട്. അവരല്ല, വേറെ അസ്മാഉ ബിൻതു ഉമൈസ്.
അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് കല്യാണം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു തആല ജഅഫർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്ന അസ്മാ ബീവി റളിയല്ലാഹു അൻഹ കേട്ടപ്പോഴേ കരഞ്ഞു. വല്ലാത്ത കരച്ചില്. ഉമർ എന്നവർ ചോദിച്ചു, അല്ല അസ്മാ, എന്റെ സ്വപ്നം കേട്ടിട്ട് എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അസ്മാ ബീവിയുടെ മറുപടി, ഇന്നാ അസ്തൗദിഉല്ലാഹ നഫ്സക അല്ലദീ ലാ തദീഉ വദാഇഉ ഉമറേ, നിങ്ങളുടെ ശരീരം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. യഖ്തുലുക റജുലുൻ മിനൽ അജം, അറബി സംസാരിക്കാത്ത ഒരു മനുഷ്യൻ വന്ന് നിങ്ങളെ വധിക്കും. വയത്അനുക ബിൽ ഖൻജരി, കഠാര കൊണ്ട് നിങ്ങളെ കുത്തുകയും ചെയ്യും. അതാണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഹസ്ബിയല്ലാഹ് അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇതാണ് ചൊല്ലിയത്. ഒന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാഹു മതി, അലൈഹി തവക്കൽതു, എന്റെ വിഷയങ്ങളെല്ലാം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചു. വഹുവ റബ്ബുൽ അർശിൽ അദീം, അല്ലാഹുവല്ലയോ അർശിന്റെ ഉടമസ്ഥൻ. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന ദുഷ്ടനായ മനുഷ്യൻ, നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന, സൂര്യൻ ഉദിച്ചിട്ട് പോലുമില്ല പ്രഭാത നിസ്കാരം നടക്കുമ്പോഴാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ആ മനുഷ്യൻ വന്ന് വയറ്റത്ത് കുത്തുന്നത്. കഠാരയിൽ വിഷം ചേർത്തിരുന്നു. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ റക്അത്തെ നിസ്കരിച്ചുള്ളൂ. രണ്ടാമത്തെ റക്അത്തിന് മുമ്പ് നിലത്ത് വീണു. മഅ്മൂമിങ്ങളിലുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മുമ്പിലേക്ക് നിന്ന് നിസ്കാരം ജമാഅത്ത് പൂർത്തിയാക്കി. നിസ്കാരം കഴിഞ്ഞ് ഉമർ എന്നവരെ സ്വഹാബിമാരെടുത്തു കൊണ്ടുപോവുകയാണ്. നോക്കുമ്പോൾ ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, നിൽക്കുന്നില്ല. മഹാനായ ഉമർ എന്നവര് ചോദ്യമാണ് ചോദിച്ചത്, ഒരൊറ്റ ചോദ്യം, മൻ ഖതലനി, ആരാണ് എന്നെ കൊന്നതെന്ന് നോക്കൂ, ആരാണ് എന്നെ കൊന്നത്? അവര് പറഞ്ഞു, അബൂ ലുഅ്ലുഅത്തുൽ മജൂസി, പേർഷ്യക്കാരനാണ്, അറബി സംസാരിക്കൂല, പേർഷ്യൻ ഭാഷ സംസാരിച്ചിരുന്ന തീയാരാധകനായിരുന്ന അബൂ ലുഅ്ലുഅ. ഉമർ തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? അവനെ കൊല്ലണമെന്നല്ല, അവനെ പ്രതികാരമെടുക്കണമെന്നല്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, അല്ലദീ ജഅല മനിയതി അലാ യദി റജുലിൻ മാ സജദ ലില്ലാഹി സജദ, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ കയ്യാലയാണല്ലോ എന്റെ മരണം നീ നിശ്ചയിച്ചത്, അതുകൊണ്ട് നിനക്ക് സ്തുതി. നാളെ അല്ലാഹുവേ നിന്റെ മുമ്പിലേക്ക് ഞാനും എന്നെ കുത്തിയ എന്റെ കൊലയാളിയും വിചാരണക്ക് വരുമ്പോ, എന്നെ കുത്തിയ കൊലയാളി ഒരു വിശ്വാസിയും നിസ്കരിച്ച മനുഷ്യനുമാണെങ്കിൽ ഒരു പക്ഷേ എന്റെ പ്രാർത്ഥനയെക്കാളും ആത്മാർത്ഥത എന്നെ കുത്തിയ കൊലയാളിക്കുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയേനെ, ഞാൻ തോൽക്കുമായിരുന്നു. എന്നാൽ നാളെ നിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ അവൻ അബൂ ലുഅ്ലുഅ എന്ന മജൂസിയാണല്ലോ, അവൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചവനല്ലല്ലോ. അതുകൊണ്ട് നാളത്തെ പരലോകത്തെ വിചാരണയിൽ എനിക്ക് രക്ഷയുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഅ്മിനേ, ആലോചിക്കുക, ഉമർ റളിയല്ലാഹു അൻഹു മരണത്തെ സ്വീകരിക്കാൻ പോവുകയാണ്. മാനവർ കരയാൻ തുടങ്ങി. മുഖം കമിഴ്ത്തിപ്പിടിച്ച് മണ്ണിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ തലയണ കൊണ്ടുപോയി കൊടുത്തു തലക്കടിയിൽ വെക്കാൻ. മഹാൻ പറയുന്നു, തലയണ വേണ്ട, ലഅല്ലല്ലാഹ യർഹമു ഉമറ, മണ്ണിൽ കിടക്കുന്ന ഉമറിനെ കാണുമ്പോ അല്ലാഹുവിന് എന്നോട് കരുണ തോന്നിയെങ്കിലോ, അതുകൊണ്ട് തലയണ വേണ്ട, തലയണ മാറ്റിക്കൊണ്ടുപോയിക്കോളൂ, എനിക്കത് വേണ്ട. ഉമർ മണ്ണിൽ കിടക്കട്ടെ, എന്റെ തല മണ്ണിൽ കിടക്കട്ടെ, മണ്ണിൽ കിടക്കുമ്പോൾ അല്ലാഹുവിന് എന്നോട് കരുണ തോന്നിയേക്കും. യാ മൻ ലാ യസൂലു മുൽക്കു, അല്ലാഹുവേ അധികാരം നീങ്ങാത്തവനെ, ഇർഹം മൻ സാല മുൽക്കുഹു, ഏതൊരുത്തന്റെ അധികാരമാണോ നീങ്ങിയത് നീ അവനോട് കരുണ കാണിക്കണമേ. എന്നിട്ട് മഹാനായ ഫാറൂഖ് തങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരൻ എന്നിട്ട് പറയുന്നു, ഉമറേ അമീറുൽ മുഅ്മിനീൻ തൂബാ ലകൽ ജന്ന
നിങ്ങൾക്ക് സ്വർഗം നിങ്ങൾക്ക് ഞാൻ അഭിനന്ദനം നേരുന്നു. തവല്ലൈത, നിങ്ങൾ അധികാരം ഏറ്റെടുത്തു. ഫകാനത് വിലായതുക റഹ്മ, നിങ്ങളുടെ അധികാരം ഒരു കാരുണ്യമായിരുന്നു. വഅസ്ലംത ഫകാന ഇസ്ലാമുക നസ്റാ, നിങ്ങൾ മുസ്ലിമായിരുന്നില്ലല്ലോ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ വിശ്വാസം ഒരു സഹായമായി. വഹാജർത, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നാട് വിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ആ ഫകാന ഹിജ്റതുക ഫത്ഹാ, നിങ്ങളുടെ ഹിജ്റ ഒരു മഹാവിജയമായി എന്നിങ്ങനെ ഉമർ എന്നവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ലൈതനീ നജൗതു കഫാഫാ, അലിയേ ഒരുപാട് എന്നെ പൊക്കല്ലേ അലിയേ, എന്നെ പൊക്കി പറയല്ലേ, എനിക്കതൊന്നും വേണ്ട. ഞാനെന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ ലാ അലയ്യ വലാ ലീ, എനിക്ക് കുറെ കിട്ടണമെന്നോ അതൊന്നും എനിക്ക് അന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. എന്നിട്ട് പറഞ്ഞ വാക്കാണ് യാ ലൈത ഉമ്മീ ലം തലിദിനി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ. യാ ലൈതനി കുന്തു ഷജറതൻ തുഅലദ്, ഞാൻ പിഴുതെറിയപ്പെടുന്ന ഒരു മരമായിരുന്നെങ്കിൽ. യാ ലൈതനി മാ അറഫ്തുൽ ഹയാ, ജീവിതം എന്താണെന്ന് പോലും അറിയാതെ ജീവിക്കാതെ പോയിരുന്നെങ്കിൽ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനെ, ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നോക്കുക. നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഫാറൂഖ് എന്നവരായി വാക്ക് പറയുന്നത്, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ, എനിക്ക് അധികാരം കിട്ടിയില്ലായിരുന്നെങ്കിൽ, ജീവിതം എന്തെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ. ആരാണത്? അധികാരം കിട്ടിയിട്ട് നാട് മുഴുവൻ നടക്കും, ചുറ്റി നടക്കും, എന്നിട്ട് പറയും കരഞ്ഞുകൊണ്ട് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോ നടന്നുകൊണ്ട് ഫാറൂഖ് എന്നവർ പറയും, അല്ലാഹുവേ, ഈ അധികാരം നൽകിയ നീ ഈ രാജ്യത്തുള്ള കുട്ടികൾ, പിഞ്ചു മക്കള് ഭക്ഷണം കിട്ടാതെ മരിച്ചാൽ ഞാൻ നിന്റെ മുമ്പിൽ ഉത്തരവാദിയല്ലോ. ഈ നാട്ടിലെ വിധവകളായ പെണ്ണുങ്ങള്, നിരാലംബരായ കുടുംബങ്ങള്, അവരുടെ കഷ്ടപ്പാട് നീ എന്നോട് നാളെ ചോദിക്കുമോ? അവരെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ, ഞാൻ അവരറിയാതിരുന്നാൽ ഞാൻ എങ്ങനെ സഹായിക്കും റബ്ബേ? എനിക്ക് നീ അധികാരം തന്നത് ഒരു പരീക്ഷണമല്ലോ എന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് സത്യസന്ധത കാണിച്ചപ്പോൾ അല്ലാഹു ആ മഹാന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയായിരുന്നു. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകട്ടെ. നമ്മുടെ നാടുകളിലേക്ക് ആകാശ ലോകത്ത് നിന്നും ഭൂമിയിൽ നിന്നും അവന്റെ കരുണ അല്ലാഹു നമുക്ക് നൽകട്ടെ.